ടാറ്റ സിയറ ഇന്ത്യയിലെ ഫസ്റ്റ് ഇൻഡിജിനസ് SUV ആണ്. അത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കഥയാണ്. എന്നാൽ ടാറ്റ സിയറയ്ക്ക് ഒരു പ്രതികാരത്തിന്റെ കഥയുണ്ട്, ഒരു മധുര പ്രതികാരത്തിന്റെ. ആ കാലത്ത് ടാറ്റ സിയറ ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു ബാഡ് ബോയ്സ് കാർ ഇമേജ് ആയിരുന്നു. അത് പ്രധാനമായിട്ടും അതിന്റെ അഡ്വർടൈസ്മെന്റ് അങ്ങനെയാണ് പൊസിഷൻ ചെയ്തിരുന്നത്. അതൊരു ഫാമിലി കാർ അല്ലായിരുന്നു, ശരിക്കും ഒരു എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ അഡ്വഞ്ചർ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഉള്ള ഒരു കാറായിരുന്നു. ഡീസലിൽ മാത്രമായിരുന്നു അവൈലബിൾ. പിന്നീട് അതിന്റെ ഒരു ടർബോ വേർഷനും കൂടെ വന്നു. അതിന്റെ വിൻഡോയുടെ ഡിസൈൻ തന്നെ യുണീക്കാണ്. അതുപോലെ ഒരു വെഹിക്കിൾ ഇന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. 22 വർഷത്തിന് ശേഷം ടാറ്റ സിയറ പുതിയ അവതാരത്തിൽ ലോഞ്ച് ചെയ്തു. നമ്മൾ പല വാഹനങ്ങളും റീലോഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ സെയിം പേര് ഉപയോഗിച്ച് മറ്റൊരു വാഹനം ലോഞ്ച് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. പലപ്പോഴും എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു OG വെഹിക്കിളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് മാനുഫാക്ചറേഴ്സ് പുതിയ ഒരു അവതാരം ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഈ ടാറ്റ സിയറ ആ പഴയ OG ടാറ്റ സിയറയുടെ എന്തൊക്കെയോ ജീനുണ്ട്. എസ്പെഷ്യലി ഒരു സൈഡ് പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ പഴയ ടാറ്റ സിയറയുടെ ആ ഒരു ഡിസൈനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ. ആ കാലത്ത് 3 ഡോർ എന്ന് പറയുന്ന യുണീക്കും ആളുകൾ ഒരു ആസ്പയർ ചെയ്യുന്ന ഒരു ഡിസൈൻ ആയിരുന്നു. ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ അത് വിജയിച്ചെന്ന് വരില്ല. ഇതൊരു 5 ഡോർ SUV ആണ്. ഇത് പൊസിഷൻ ചെയ്തിരിക്കുന്ന ഒരു മിഡ് സൈസ് SUV എന്നുള്ള രീതിയിലാണ്. ലൈക്ക് കോമ്പറ്റീറ്റേഴ്സ് സ്കൂട്ടി, ക്രെറ്റ, ഗ്രാൻഡ് വിറ്റാറ, ഹൈറൈഡർ ആൻഡ് ദ ലൈക്സ്. ഇതിന് വന്നിരിക്കുന്നത് 3 എഞ്ചിൻ ഓപ്ഷൻസോട് കൂടിയാണ്. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ, 1.5 ലിറ്റർ പെട്രോൾ ടർബോ, പിന്നെ ഒരു 2 ലിറ്റർ ടർബോ എഞ്ചിനുമാണ്. ഇത് ടാറ്റയുടെ മറ്റ് വെഹിക്കിൾസിനെല്ലാം വരുന്ന സെയിം പവർ ട്രെയിൻ തന്നെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ബട്ട് ഇൻ 2026 ഇതൊരു EV രൂപത്തിൽ വരുമെന്നാണ് റിപ്പോർട്ട്സ് അറിയിക്കുന്നത്. ഈ വാഹനത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഓവർഡു ഒന്നും ചെയ്തില്ല. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ ആണ്. പിന്നെ ചെറിയ ചെറിയ ഓരോ എലമെന്റ്സ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആ പഴയ ടാറ്റ സിയറയുടെ ആ ഒരു പിൻതലമുറക്കാരൻ എന്നുള്ള ഒരു ഇമേജും വരുന്നുണ്ട്. ഇതിന് ആംപിൾ ബൂട്ട് സ്പേസ് ഉണ്ട്, വെന്റിലേറ്റഡ് സീറ്റ്സ് മുതലായവയൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു നല്ല ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫാമിലി കാറായിട്ടാണ് ടാറ്റ സിയറ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങളോടുള്ള ചോദ്യം, ഈ വാഹനം എത്ര രൂപയ്ക്കായിരിക്കും ലോഞ്ച് ചെയ്യുക?